രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോഴല്ലാതെ ഇന്നേവരെ രാജ്യത്ത് ഒരു ഉപരാഷ്ട്രപതിമാരും രാജിവെച്ച് കഴിഞ്ഞ ചരിത്രമില്ലായിരുന്നു. ആ ചരിത്രമാണ് ജഗ്ദീപ് ധൻഖറിന്റെ രാജിയിലൂടെ തിരുത്തപ്പെട്ടത്. ആരോഗ്യ കാരണങ്ങളാണ് രാജിയെന്ന് ധൻഖർ പറഞ്ഞുവെങ്കിലും അതല്ല യഥാർത്ഥ കാരണമെന്ന് സൂചനകൾ പുറത്തു വന്നതോടെ വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങി. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ കേന്ദ്രമോ BJPയോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ധൻഖറിന്റെ രാജിയിൽ ഞെട്ടിയ പ്രതിപക്ഷവും എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ്. രാജിയുടെ കൃത്യമായ കാരണം വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. മുൻകാല ഉപരാഷ്ട്രപതിമാരെ പോലെ വിവാദങ്ങളില്ലാതെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നില്ല ധൻഖർ. രാജ്യസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അതിതീവ്ര നിലപാടായിരുന്നു ധൻഖറിൻ്റെത്. എന്നിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ഇടഞ്ഞ് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി എന്നത് വലിയ വിരോധാഭാസമാണ്. അതും 2 വർഷത്തെ കാലാവധി ശേഷിക്ക്. ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉപരാഷ്ട്രപതി പദത്തിലെത്തിയ ശേഷം ധൻഖർ സ്വീകരിച്ച BJP അനുകൂല നിലപാടുകൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന പ്രയോഗം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഇങ്ങനെ പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിച്ച ധൻഖർ സർക്കാരുമായി നേരിട്ടുള്ള ഉരസൽ തുടങ്ങിയത് സമീപകാലത്താണ്. ഇന്ത്യയിൽ ഇതുവരെ നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ 4 തവണ മാത്രമാണ് ഉപരാഷ്ട്രപതിമാർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണയും മത്സരത്തിന്റെ സാധ്യത പ്രതിപക്ഷം തള്ളുന്നില്ല. എന്നാൽ ആരായിരിക്കും NDAയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യം അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ അന്തിമ തീരുമാനം.